അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണ മേഖലയിൽ അപകടങ്ങൾ പതിവാകുന്നു. നിർമ്മാണം തുടങ്ങി 2 വർഷത്തിനിടെ 40ഓളം യാത്രക്കാരുടെ ജീവനാണ് ഇവിടെ പൊലിഞ്ഞത്. ജീവൻ കയ്യിൽ പിടിച്ചാണ് ഇരുചക്രവാഹന യാത്രക്കാരുടെ ഇതുവഴിയുള്ള യാത്ര. അപകടങ്ങൾ പതിവായതോടെ നാട്ടുകാർ ജനകീയ സമരം നടത്തി പ്രതിഷേധിച്ചു. അരൂർ കുത്തിയതോട് പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിലാണ് ഉയരപ്പാത നിർമ്മാണ മേഖല. അപകടങ്ങളില്ലാത്ത ഒരു ദിവസം പോലുമില്ലിവിടെ. നിർമ്മാണം തുടങ്ങി 2 വർഷത്തിനിടെ 100 കണക്കിന് അപകടങ്ങൾ ഇവിടെയുണ്ടായി. 40ഓളം യാത്രക്കാർക്ക് ജീവനും നഷ്ടപ്പെട്ടു. ഈ വർഷം തുടങ്ങി 2 മാസത്തിനുള്ളിൽ 16 അപകടങ്ങളാണ് മേഖലയിലുണ്ടായത്. 9 പേരുടെ ജീവൻ പൊലിഞ്ഞു. നിർമ്മാണ മേഖലയിൽ വഴിവിളക്കുകളില്ലാത്തതിനാൽ രാത്രികാല അപകടങ്ങൾ പതിവാണ്. മുന്നറിയിപ്പ് ബോർഡുകളില്ലാത്തതും തിരിച്ചടിയായി. ഭാരവാഹനങ്ങൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒന്നും നടപ്പായില്ല. അശാസ്ത്രീയ നിർമ്മാണ രീതികളും ജോലികൾ തുടങ്ങും മുമ്പ് ഏർപ്പെടുത്തേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാത്തതുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ദിനംപ്രതി ഓരോ മരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനേക്കാൾ ഉപരി പല അപകടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ജനകീയ സമിതിയും സംയുക്ത റെസിഡൻസ് അസോസിയേഷനും സംഘടിപ്പിച്ചതുപോലെ ഇവിടെയുള്ള ജനകീയ കൂട്ടായ്മ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന്, രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഉള്ള എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന ഒരു ജനകീയ സമര സംഗമമാണ്, പ്രതിഷേധ റാലിയാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് ദിവസങ്ങളോളം മാസങ്ങളോളം നിവേദനങ്ങൾ വരെ കൊടുത്തിട്ട് NH അതോറിറ്റിയും അതുപോലെ അതിനെ തുടർന്നുള്ള അധികാരവർഗങ്ങളും നടത്തുന്നില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒറ്റവരി ഗതാഗതമാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. വലിയ ചരക്ക് വാഹനങ്ങൾക്ക് പ്രവേശനവുമില്ല. ഈ 2 കാര്യങ്ങൾ കൃത്യമാക്കിയാൽ ഇവിടെ പകുതി പ്രശ്നങ്ങൾ തീരുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. അപകടങ്ങൾ പെരുകുന്നതിനെതിരെ രാഷ്ട്രീയത്തിനതീതമായി ജനരോഷവും ശക്തമാവുകയാണ്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. അപകടങ്ങൾ തടയാൻ ജില്ലാ ഭരണകൂടവും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും നടപടിയെടുത്തില്ലെങ്കിൽ ഹർത്താലും അനിശ്ചിതകാല സമരങ്ങളും നടത്താനാണ് നാട്ടുകാരുടെ തീരുമാനം. ജനം, ആലപ്പുഴ.